ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ സുഖമാണോ? ഹൃദയം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നൊരു സാക്ഷ്യം വായിക്കാം. സ്നേഹബഹുമാനപ്പെട്ട ബിനോയച്ച, ഈശോ മിശിഹ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റാണി, താമരശ്ശേരി എന്നാണ് എഴുതുന്നത്. ഞാൻ അച്ഛൻ്റെ ചെറിയട്ടൊക്കെ അഭിഷേകാന്തി എല്ലാം കണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് എഴുതുന്നത്. 2024 മാർച്ചിൽ എൻ്റെ മകൻ ജർമ്മനിയിൽ പഠനം കഴിഞ്ഞു. 2024 മാർച്ചിൽ ജോലിയൊന്നും ശരിയാകുന്നില്ല. ഇന്റർവ്യൂ പാസ്സായെങ്കിലും വർക്ക് ബസ്സുകൾ പേപ്പറുകൾ കിട്ടുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ചെറിയ ടോക്ക് കേട്ടപ്പോൾ 302ാമത്തെ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ച ഒരാൾക്ക് ജോലി കിട്ടിയ സാക്ഷ്യം കേട്ടത്. അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി. സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് നേർന്ന് മകനെ ജോലിക്ക് വേണ്ടി 7 ദിവസം 7 പ്രാവശ്യം 302ാമത്തെ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അതങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വെളുപ്പിന് 3 മണിക്ക് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാനും എല്ലാ സാരം അടക്കം മുട്ടിമ നിന്ന് ബൈബിൾ വായിക്കാനും ഒരു പ്രചോദനം കിട്ടി. അത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം നോക്കിയേ, ഒരു പ്രാർത്ഥന കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ആ വ്യക്തിയോട് സംസാരിക്കുന്നുള്ളത്. ഇനി കേട്ടോ, കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഈശോ തന്നെ എന്നോട് പറഞ്ഞു, 8 മാസം കഴിഞ്ഞ് ജോലി കിട്ടുമെന്ന്. അതുപോലെ തന്നെ 8 മാസം കഴിഞ്ഞ് ഇപ്പോൾ ജോലി കിട്ടുകയും ചെയ്തു. ബിസിയുടെ കാലാവധിയും കഴിയാറായിരുന്നു. തക്ക സമയത്ത് ഇടപെട്ട് ജോലി നൽകിയ അനുഗ്രഹിച്ച ഈശോയ്ക്ക് 1000 നന്ദി സ്തുതിയും. യേശുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. അച്ഛനോട് നന്ദി പറഞ്ഞ് സാക്ഷി ചെയ്തിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ഈ സാക്ഷ്യം വായിച്ചതിന് കാരണം അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ആർക്കാ ഡീക്കന്മാർക്കോ ക്ലാസ് എടുത്ത് പറഞ്ഞു, ശരിക്കും നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നുണ്ട്, അതെല്ലാം വേണം. പക്ഷേ അതിൻ്റെ എല്ലാം അപ്പുറത്ത് ഈശോയുമായിട്ടൊരു ബന്ധം വരണം. നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഈശോയോട് പറയുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, അനുദപിക്കുന്നു. അപ്പോൾ ഈശോ ചില പ്രചോദനങ്ങൾ ഈശോ നമ്മുടെ സ്വരം കേൾപ്പിക്കും. സ്വരം കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ചെവിയിൽ ഇങ്ങനെ ഒരു ഒച്ച കേൾക്കുന്നവരെ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കുന്നില്ല. ശക്തമായ തോന്നിപ്പ്, ഒരു പ്രേരണ, അങ്ങനെയൊക്കെ കർത്താവ് വരും. അപ്പോൾ അങ്ങനെ സ്വരം കേട്ട് പോകുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടുകയല്ല. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യം നടക്കാട്ടെ എന്നെല്ലാവരും വിഷമം വരും. എനിക്ക് പല ഉദാഹരണങ്ങൾ അങ്ങനെയുണ്ട്. ഈശോ പറഞ്ഞിട്ടുണ്ട് 2 വർഷം കഴിഞ്ഞിട്ട് തടസ്സം മാറും. അതിന് കാരണം എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതിന് എല്ലാം ചിലപ്പോൾ ദൈവം പറയണമെന്നില്ല, ചിലപ്പോൾ ഉപരി നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ പണ്ടൊരു കൊച്ചിൻ്റെ കാര്യം ഓർക്കാം. അവൾ ഒരു പാപത്തിൽ വീഴും. അതുകൊണ്ട് ഈശോ പറഞ്ഞപ്പോൾ വിടിയാണെന്ന്. എന്ന് പറയുന്ന പോലെ പല മേഖലകളും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവസ്വരം കേട്ട് പോകുന്ന ഒരു ആത്മീയതയിലേക്ക് വളരാൻ ഈ സാക്ഷ്യം വളരെ ഒരു എനിക്ക് തോന്നിയത് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് 75ാമത്തെ സങ്കീർത്തനത്തിൽ 6ഉം 7ഉം തിരുവചനങ്ങളാണ്. Psalm 75 verse 6 and 7. 75, 6, 7 വചനങ്ങൾ. അപ്പം അതിനെങ്ങനെയാണ്? കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. ഒരുവനെ താഴ്ത്തുകയും അവരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി പ്രഖ്യാപിക്കുന്ന, വിധി നടത്തുന്നത് ദൈവമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിഴക്കുന്ന പടിഞ്ഞാറുന്ന മരുഭൂമിയിൽ നിന്നൊന്നല്ല ഉയർച്ച വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ഉയർത്താൻ അവനങ്ങ് തടസ്സമായി നിൽക്കുകയാണ്, അവൻ പാര വെച്ചതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ടതാണ്. കിഴക്കുന്ന പടിഞ്ഞാറുന്ന മരുഭൂമിയിൽ നല്ല ഉയർച്ച വരുന്നത്. പിന്നെ ഉയർച്ച വരുന്നത് എങ്ങനെയാണ്? അത് ഒരുവനെ താഴ്ത്തുകയും അവരനെ ഉയർത്താൻ ചെയ്യുന്ന ദൈവമാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയുടെ കീർത്തനത്തിൽ സ്വതന്ത്രത്തെ പറയുന്നില്ലേ, സമ്പന്നരെ അവൻ വെറും കൈയോടെ പറഞ്ഞു വെച്ചു, എളിയവരെ ഉയർത്തി, അല്ലേ? ഇപ്പം എല്ലാം ഉയർത്തുന്ന വളർത്തുന്ന ദൈവമാണ്. കൊറിന്തോസൊക്കെ ലേഖനത്തിൽ പൗലോസിനെ പറയുന്നുണ്ടോ, പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു, ദൈവമാണല്ലോ വളർത്തിയത്. അപ്പം അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് നേരെ ഇവൻ ഇങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമുക്കിതൊന്നും നടക്കാത്തതെന്ന് ചിന്തിക്കും. അതാ ഞാൻ പറഞ്ഞത്, തലക്കെട്ട് പറഞ്ഞില്ലേ, തലക്കെട്ട് ഇതാണ് സഹോദരങ്ങളെ, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥപ്പെടേണ്ട. അപ്പോൾ ദൈവം ഉയർത്തട്ടെ. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതി. ഇപ്പം നോക്കിയേ, ഇപ്പോൾ ഈ സാക്ഷ്യം വളരെ ചേർന്ന് പോകുന്നതല്ലേ, അല്ലേ? അപ്പോൾ പിന്നെ 8 മാസം കഴിയുമ്പോൾ കർത്താവ് ഉയർത്തി. ക്ലിയർ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ചെറിയൊരു ചുമയും ചെറിയ ക്ഷീണമുണ്ട്. ചെറിയ സ്വരത്തിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രാർത്ഥിക്കണം, കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്നായിട്ട് സ്തുതിക്കാം. ഈശോയെ ആരാധന, കർത്താവെ ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് ഈശോയെ അവിടെ നിന്ന് അത്ഭുതകരമായി ഇടപെടണമേ, അത്ഭുതകരമായി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്ന കർത്താവ്. ഇവരെല്ലാം വ്യക്തിപരമായ നിയമങ്ങൾ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു. കർത്താവ് എല്ലാ പൈശാചിക ശത്രുപദ്രവങ്ങളും അന്ധകാരശത്രുപദ്രം തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യനിലേക്ക് ആട്ടിപ്പായി. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ജോലി മേഖലകൾ തടസ്സപ്പെട്ടിരിക്കുന്നവരെ നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് സമാധാനത്തിലിരിക്കാൻ തക്കവിധം കർത്താവെ സ്വരം കേൾക്കാൻ തക്കവിധം ഉൾക്കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്ന് ആശീർവദിക്കുന്നു. ഈ വചനം വെച്ച് കാത്തിരിക്കാൻ പ്രത്യേക അഭിഷേകം നിറയട്ടെ കർത്താവ്. വിശുദ്ധ കുരിശാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് വിശ്വസിക്കാതെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.